മെയ്ദിനെ ആ ചെറിയ സ്പാനർ കിടക്ക് സതീർത്യോ 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 ചന്ദ്ര അപ്പൊ തുടങ്ങാം. ആ തുടങ്ങിക്കോ. എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? ഇതൊക്കെ കേട്ടതൊന്നും ആരും മരിച്ചു പോയത് ഇതല്ല. NDA 108 ഇത് വെള്ളം കുടിക്കുക. എന്തെന്നും അത് ഈ പറയുന്നല്ലോ. വിജയകുമാർ കണക്കൂട്ടുന്നു. പുറത്താക്കാൻ വേണ്ടി ഇന്ത്യ 108 മറ്റുള്ളവരാണ്. അപ്പോ കേരള ട്രെൻഡില് ഉണ്ടായിരുന്ന ലീഡ് ഇന്ത്യക്ക് നഷ്ടമായിരിക്കും. ഏത് സ്ഥലം എണ്ണിപ്പോഴായിരിക്കും കൂടുതൽ വോട്ട് വരുമ്പോഴേക്കും പറയുന്നു 1 2 3 108 ഇന്ത്യയെ 108 ഇഞ്ചോടിഞ്ചായിരുന്നുള്ള പോയി 110 പോയി. ഇപ്പോൾ ഇഞ്ചോടിഞ്ചാ 2 സീറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു സീറ്റ് അല്ല. 5 കിടക്കാണല്ലോ. താഴെ 5 കിടക്കണല്ലോ. 108 എന്ന് പറയുമ്പോ ഇന്ത്യ സഖ്യക്കാരുടെ ഉള്ളിൽ ലഡുപൊട്ടി കാണും. നമ്മുടെ കാക്കനാട് ഇരുന്ന് നമ്മുടെ സെൻട്രൽ സ്റ്റുഡിയോയിൽ ഇരുന്ന് പ്രക്ഷേപിക്കുന്ന സമയത്ത് ആ ലഡുപൊട്ടിയുടെ ശബ്ദം ഇവിടെ വരെ കേട്ടു. നമ്മൾ ആഞ്ജനേയ സ്വാമി പറയുന്നത് പോലെ ഈ നിതീഷ് കുമാറിനും മോഡിക്കും BJPക്കും ഒക്കെ കേക്ക് വാക്കാണോ എന്ന സംശയം എനിക്കുണ്ട്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? എന്തായാലും ഒവൈസി 100 സീറ്റ് മത്സരിച്ചു. ഒവൈസി കോടികൾ ഇറക്കി അവിടെ വർക്ക് നടത്തി. ഒവൈസി വോട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഒവൈസി BJPക്കാരനാണ്. BJPക്ക് വേണ്ടി ഈ പറയുന്ന വോട്ട് സ്പ്ലിറ്ററാണ് എന്നുള്ള RJD ആരോപണം ശരിവെക്കുന്ന തരത്തിലേക്ക് അവിടെ സീമാഞ്ചൽ മേഖലയിലെ മുസ്ലിം വോട്ടിൽ നെടുക പിളർന്നു. ആ നെടുക പിളർച്ച NDAക്ക് ഗുണകരമാവുന്നു. RJDക്ക് അവിടെ ക്ഷീണമാവുന്നുണ്ട്. ഇവരൊക്കെ പറഞ്ഞതൊക്കെ ഇച്ചിരി മര്യാദ വേണം. 160 എന്റെ അമ്മോ കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ആപ്പിള ഏത്തപ്പഴം പുഴുങ്ങിയ അടക്കം വേണമെങ്കിലും നോക്കിക്കോളൂ പ്രിയപ്പെട്ട പ്രേക്ഷകർ. നമ്മൾ കഴിക്കുന്ന സാധനങ്ങളൊക്കെ ഏത്തപ്പഴം പുഴുങ്ങിയത് നല്ല ആപ്പിളാണിത്. ഊട്ടി ആപ്പിളാണ്. ഊട്ടി ആപ്പിൾ നല്ല സുന്ദര ഊട്ടി ആപ്പിളാണിത്. ഒന്ന് കരഞ്ഞൂടെ നിനക്ക്? ആരും കാണാതെ BJP ജയിക്കുമ്പോൾ ആദ്യം എന്താ പറഞ്ഞിരുന്നത്? BJP ജയിച്ചപ്പോൾ വോട്ടിംഗ് മെഷീനെ കുറിച്ച് പറഞ്ഞു. വോട്ടിംഗ് മെഷീനിൽ എവിടെ കുത്തിയാലും താമര വരുന്നു, ഭയങ്കര പ്രശ്നം. അത് കഴിഞ്ഞ് കോൺഗ്രസ് ജയിച്ചപ്പോൾ ആ വോട്ടിംഗ് മെഷീൻ മാറ്റിവെച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് ജയിക്കുകയാണ്. അപ്പോൾ പിന്നെ കർണാടകയിലും മറ്റു പല സ്ഥലത്തും കോൺഗ്രസ് ജയിച്ചപ്പോൾ ആ ആരോപണം മാറി. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ആരോപണം വന്നു. ഈ ഇലക്ഷൻ സമയത്ത് 5 മണിക്ക് ശേഷം ആളുകളെ കൊണ്ടുപോയി കുത്തി നിറച്ച് മഹാരാഷ്ട്രയിൽ ഒരു വലിയ വിവാദമുണ്ടാക്കി അവിടെ BJPയെ ജയിപ്പിച്ചു. പക്ഷേ വസ്തുനിഷ്ഠമായ വിശകലനം സുപ്രീം കോടതി നടത്തി അത് തള്ളിക്കളഞ്ഞു. അഞ്ചാറബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണം കൊണ്ടുവന്നയാൾ തന്നെ അത് നിഷേധിച്ചു. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഇപ്പോൾ വോട്ട് ചോരി ആരോപണമാണ്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, യാഥാർത്ഥ്യം അറിയാമല്ലോ. ഇപ്പോൾ കേരളത്തിലെ സുരേഷ് ഗോപിയുടെ വിജയമാണെങ്കിലും ആരുടെ വിജയമാണെങ്കിലും വോട്ട് ചോരി കൊണ്ടൊന്നും ഒരിക്കലും വിജയം ഉണ്ടാക്കാൻ കഴിയില്ല. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഹരിയാനയിലെ വോട്ട് ചോരി വിവാദത്തിൽ ഇവിടുത്തെ ചില മാധ്യമപ്രവർത്തകർ, ഏഷ്യാനെറ്റ് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ചില മാധ്യമപ്രവർത്തകർ കൃത്യമായി അന്വേഷണം നടത്തി പോയപ്പോൾ 66 വോട്ടുള്ള വീട്ടുകാർ നിരന്നിരുന്ന് ഞങ്ങളുടെയാണ് വോട്ടെന്ന് പറഞ്ഞത്. ആ മണ്ഡലത്തിൽ ജയിച്ചത് കോൺഗ്രസ്സുകാരാണ്. ആണെങ്കിൽ 66ഉം കോൺഗ്രസിനായിരിക്കണം കുത്തിയത്. ഒരു ലോജിക്കില്ലാത്ത ആരോപണമല്ലേ? എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ബാലിശമായിട്ടുള്ള ഇത്തരം ആരോപണങ്ങൾ ഒരു ഭാഗത്ത് ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റുമോ? ഞാനൊരു കാര്യം സിമ്പിളായിട്ട് ചോദിക്കട്ടെ. ഇപ്പം നമ്മുടെ ഗോപകുമാർ സാർ, അദ്ദേഹം ഒരു അനാലിസിസ് നടത്തുന്ന ആളാണ്. അദ്ദേഹം ഗ്രൗണ്ട് ലെവലിലുള്ള ഒരു റിയാലിറ്റിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ട് സംസാരിച്ചപ്പോൾ ആ അഭിപ്രായം എത്രയോ ദിവസം മുമ്പ് പങ്കുവെച്ചു. അതുതന്നെയല്ലേ യാഥാർത്ഥ്യമായത്? അതിൽ വോട്ട് ചോരിയില്ലല്ലോ.
ഇനി രണ്ട്, ഈ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള സർവേ ആ സർവേയിൽ വോട്ട് ചോരിയുണ്ടോ? ഇല്ലല്ലോ. ആ സർവേയിൽ എല്ലാ സർവേയിലും BJP അല്ലേ വന്നത്. ആ ചെക്കനെ ഒന്ന് കൊടുത്തിട്ടേ. വേണ്ട സാർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാറൻ തന്നെ മറുപടി പറയാൻ പോകുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നല്ലത് ചെയ്യുന്നതിൻ്റെ കൂടെ ഇന്ത്യയിലെ ജനങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ അടിയന്തരാവസ്ഥ വന്ന സമയത്ത് ഇന്ത്യയിലെ മുഴുവൻ, ഈ കേരളം ഒഴിച്ച് ഇന്ത്യയിലെ മുഴുവൻ സ്ഥലത്തും മാറ്റം ഉണ്ടായില്ലേ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ, ശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന സർക്കാരുണ്ടെങ്കിൽ, ജനസേവനം നടത്തുന്ന സർക്കാരിൻ്റെ കൂടെ ആൾക്കാർ നിൽക്കും. അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? ഞാനൊരു കാര്യം, ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ ഞാനൊരു കാര്യം പ്രവചിക്കുകയാണ്. ഗോപകുമാർ സാർ ഇരിക്കുമ്പോൾ ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ഞാനൊരു എളിയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലും ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ പറയാൻ പോവാണ്, കോൺഗ്രസിന്റെ കാലം കഴിയാൻ പോവുകയാണ്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. അഥവാ രാഹുൽ ഗാന്ധിയുടെ വിശ്വാസ്യതയും ഗാന്ധി പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ആ പേരിൻ്റെ പാരമ്പര്യവും ഇന്ത്യയിൽ ഇല്ലാതാവാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ബീഹാർ തെരഞ്ഞെടുപ്പ്. ഗുഡ് നൈറ്റ്.